ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ 10th മെയിൻസ് ഹോട്ട് ടോപ്പിക്കിൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ആൻഡ് നെറ്റ്വർക്ക് ഡിവൈസസ് എന്ന ഏരിയയാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം 10th മെയിൻസ് സിലബസിൽ 3 മാർക്സ് ആണ് നമുക്ക് കമ്പ്യൂട്ടറുമായി റിലേറ്റ് ചെയ്ത് തന്നിട്ടുള്ളത് അല്ലേ. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് ഇതിൻ്റെ അണ്ടറിൽ വന്നിട്ടുള്ളത്. ഈ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ ഷുവറാണ്. മിക്കവാറും ചോദ്യങ്ങൾ വരുന്നത് ഹാർഡ്വെയർ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് ഏതാണെന്നും അതുപോലെ കമ്പ്യൂട്ടർ നെറ്റ്വർക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യം, പിന്നെ സൈബർ ക്രൈംസ് ആൻഡ് സൈബർ ലോസ്, ഈ 3 ഭാഗത്തു നിന്നാണ് ചോദ്യങ്ങൾ ആവർത്തിച്ച് കാണുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെച്ചാൽ 3 മാർക്ക് നമുക്ക് കയ്യിലിരിക്കും അല്ലേ. ഇന്ന് നമുക്ക് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സും നെറ്റ്വർക്ക് ഡിവൈസസും നോക്കാം. ആ ഭാഗത്തേക്ക് കടക്കാം. ഇതാണ് നെറ്റ്വർക്ക്. നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ഇൻ്റർ കണക്ഷൻ എന്നാണ് ആ വേർഡിൻ്റെ മീനിങ്. ഓക്കെ, അപ്പോൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നിലധികം കമ്പ്യൂട്ടറുകളെ പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഒന്നിലധികം കമ്പ്യൂട്ടറുകളെ പരസ്പരം ബന്ധിപ്പിച്ച് വിവരങ്ങൾ കൈമാറാൻ ഉപയോഗിക്കുന്ന സംവിധാനമാണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. ക്ലിയർ ആയല്ലോ. അങ്ങനെ ഒരുപാട് നെറ്റ്വർക്കുകൾ ചേരുന്നതാണ് നമ്മുടെ ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ നെറ്റ്വർക്ക് ഏതാണെന്ന് ചോദിച്ചാൽ എന്ത് പറയണം? ഇൻ്റർനെറ്റ് ആണെന്ന് പറയാം. ഇനി ഒരു നെറ്റ്വർക്കിൽ അംഗമായിട്ടുള്ള ഓരോ കമ്പ്യൂട്ടറിനെയും നമ്മൾ നോഡ് അല്ലെങ്കിൽ ക്ലയൻറ്റ്, വർക്ക് സ്റ്റേഷൻ എന്നൊക്കെ പറയും. അതായത് ഒരു നെറ്റ്വർക്കിൽ അംഗമായിട്ടുള്ള ഓരോ കമ്പ്യൂട്ടറിനെയും നമ്മൾ വിളിക്കുന്ന പേരാണ് വർക്ക് സ്റ്റേഷൻ, നോഡ് അല്ലെങ്കിൽ ക്ലയൻറ്റ് എന്നൊക്കെ. ഇനി സെർവർ എന്ന് പറഞ്ഞാൽ എന്താണ്? സെർവർ എന്നാൽ നമ്മുടെ ഈ ഒരു നെറ്റ്വർക്കിൽ അംഗമായിട്ടുള്ള ഓരോ കമ്പ്യൂട്ടറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നെറ്റ്വർക്കിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കമ്പ്യൂട്ടറിനെയാണ് സെർവർ എന്ന് പറയുന്നത്. അതായത് വർക്ക് സ്റ്റേഷനുകൾ തമ്മിൽ അല്ലെങ്കിൽ ക്ലയൻറ്റുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആ ഒരു നെറ്റ്വർക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പ്യൂട്ടർ, അതായത് കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്ന ആ ഒരു കമ്പ്യൂട്ടർ, അതിനെയാണ് എന്ത് പറയുക? സെർവർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ നെറ്റ്വർക്കിലെ എല്ലാ കമ്പ്യൂട്ടേഴ്സും ഈ സെർവറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. നമുക്ക് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് നോക്കാം. നെറ്റ്വർക്ക്സ് ഏതൊക്കെയാണ്? ലാൻ, മാൻ, വാൻ, പാൻ എന്നിങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. എന്താണ് ലാൻ്റെ ഫുൾ ഫോം? ലോക്കൽ ഏരിയ നെറ്റ്വർക്കാണ്. അതായത് ഒരു ചെറിയ മേഖലയിൽ മാത്രമായിട്ട് വ്യാപിച്ച് കിടക്കുന്ന നെറ്റ്വർക്കാണ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. അതൊരു കെട്ടിടത്തിനകത്താകാം, ഒരു ഓഫീസിനകത്താകാം, ഒരു സ്കൂളിനുള്ളിലുള്ള കമ്പ്യൂട്ടറുകൾ തമ്മിൽ കണക്റ്റഡ് ആയിട്ടുള്ളതാവാം. അതിനെയാണ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഒരു ചെറിയ മേഖലയിൽ മാത്രമായിട്ട് വ്യാപിച്ചിരിക്കുന്ന നെറ്റ്വർക്കിനെയാണ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മാൻ എന്നാൽ എന്താണ്? മാൻ എന്നാൽ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്കാണ്. അതായത് നമുക്ക് പറയാം ഒരു കൂട്ടം ലാനുകൾ കൂടി ചേർന്നിട്ടാണ് എന്ത് പറയുന്നത്? മാൻ എന്ന് പറയുന്നത്. ഒരു കൂട്ടം ലാനുകൾ കൂടി ചേർന്നതും ഒരു സിറ്റിയിലെയോ അല്ലെങ്കിൽ കുറച്ചുകൂടെ വലിയ ഒരു മേഖലയിലെയോ കമ്പ്യൂട്ടറുകളെ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന നെറ്റ്വർക്കാണ് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. നമ്മുടെ കേബിൾ TV, അതുപോലെ ഒരു ബാങ്കിലെ ലോക്കൽ ബ്രാഞ്ചുകൾ തമ്മിൽ കണക്റ്റഡ് ആയിട്ടുള്ള നെറ്റ്വർക്കുകൾ, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഒരു മെട്രോപൊളിറ്റൻ ഏരിയയിലെ ഒരേ ഓഫീസിൻ്റെ ഡിഫറെൻറ്റ് ബ്രാഞ്ചസ് തമ്മിൽ കണക്റ്റഡ് ആയിട്ടുള്ളത്, അതൊക്കെ എന്താണ്? മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്കിന് എക്സാമ്പിളാണ്. ഇനി വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരു രാജ്യം മുഴുവനായിട്ടാണ് അല്ലേ. ഒരു രാജ്യം മുഴുവൻ അല്ലെങ്കിൽ ബഹുരാഷ്ട്ര സ്ഥാപനങ്ങളുടെ സൈറ്റുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിനൊക്കെ നമുക്ക് എന്ത് പറയാം? വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയാം അല്ലേ. വൈഡ് ഏരിയ നെറ്റ്വർക്കാണ് ഇൻ്റർനെറ്റ്, വൈഡ് ഏരിയ നെറ്റ്വർക്കാണ്. അതുപോലെ ATM ഫെസിലിറ്റീസ് ഒക്കെ എന്തിന് എക്സാമ്പിളാണ്? വൈഡ് ഏരിയ നെറ്റ്വർക്കിന് എക്സാമ്പിളാണ്. ടെലിഫോൺ ലൈനുകൾ അല്ലേ, അതുപോലെ സാറ്റലൈറ്റ് ലിങ്കുകൾ, ഇതെല്ലാം വൈഡ് ഏരിയ നെറ്റ്വർക്കിന് എക്സാമ്പിളാണ്. ഇനി പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വ്യക്തിയുടെ പേഴ്സണൽ ഡിവൈസസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യുന്ന നെറ്റ്വർക്കാണ് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. നെറ്റ്വർക്ക് എന്നതിൽ നമ്മൾ ലാൻ, മാൻ, വാൻ, പാൻ എന്നിങ്ങനെ 4 നെറ്റ്വർക്കുകൾ പഠിച്ചു. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് നെറ്റ്വർക്ക് ഡിവൈസസിലേക്ക് വരാം. നെറ്റ്വർക്ക് ഡിവൈസസിലേക്ക് വരുമ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ പഠിക്കേണ്ടത് ഹബിനെ കുറിച്ചാണ്. ഹബ്ബ്. എന്താണ് ഹബ്ബ്? ഹബിനെ തന്നെയാണ് കോൺസെൻട്രേറ്റർ എന്ന് പറയുന്നത്. ഹബിൻ്റെ മറ്റൊരു പേരാണ് കോൺസെൻട്രേറ്റർ. അപ്പോൾ എന്താണ് ഹബ്ബ് എന്ന് പറയുന്നത്? ലഭിക്കുന്ന വിവരങ്ങളുടെ പകർപ്പുകൾ നെറ്റ്വർക്കിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ കമ്പ്യൂട്ടറിലേക്കും കൈമാറുന്ന ഉപകരണമാണ് ഹബ്ബ് എന്ന് പറയുന്നത്. ഹബിലേക്ക് ലഭിക്കുന്ന എല്ലാ വിവരങ്ങളുടെയും കോപ്പികൾ ഈ ഒരു നെറ്റ്വർക്കിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ കമ്പ്യൂട്ടറിലേക്കും കൈമാറുന്ന ഉപകരണമാണ് ഹബ്ബ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സെർവറായിട്ട് പ്രവർത്തിക്കുന്ന ആ ഒരു കമ്പ്യൂട്ടറിലേക്ക് വരുന്ന ഡേറ്റാസ് ഈ സെർവറുമായി കണക്റ്റഡ് ആയിട്ടുള്ള എല്ലാ കമ്പ്യൂട്ടറിലേക്കും എന്ത് ചെയ്യും? കൈമാറ്റം ചെയ്യും. അതിനെയാണ് എന്ത് പറയുന്നത്? ഹബ്ബ് എന്ന് പറയുന്നത്. അടുത്തത് സ്വിച്ച് ആണ്. സ്വിച്ച് എങ്ങനെയാണ്?
ഏത് കമ്പ്യൂട്ടറിലേക്കാണ് വിവരം എത്തിക്കേണ്ടതെന്ന് വെച്ചാൽ അതിലേക്ക് മാത്രമാണ് നിർദ്ദേശം അയക്കുള്ളൂ. അതായത് ഒരു ഹബ്ബും സ്വിച്ചും ഏതാണ്ട് ഒരേ വർക്കാണ് ചെയ്യുന്നത്. പക്ഷേ സ്വിച്ച് എന്ന് പറയുമ്പോൾ ഈ സെർവറിലേക്ക് ലഭിക്കുന്ന ഇൻഫർമേഷൻ തുടർന്ന് ഏത് കമ്പ്യൂട്ടറിലേക്കാണോ പാസ് ചെയ്യേണ്ടത് അതിലേക്ക് മാത്രമാണ് നിർദ്ദേശങ്ങൾ എത്തിക്കുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഒന്നിലധികം കമ്പ്യൂട്ടേഴ്സിനെ ലാനുമായിട്ട് ബന്ധിപ്പിക്കാനൊക്കെ ഈ സ്വിച്ച് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ഒന്നിലധികം കമ്പ്യൂട്ടേഴ്സിനെ ലോക്കൽ ഏരിയ നെറ്റ്വർക്കിൽ ബന്ധിപ്പിക്കാനും സ്വിച്ച് ഉപയോഗിക്കുന്നുണ്ട്. സ്വിച്ചും ഹബ്ബും കോമൺ ആയിട്ട് പഠിച്ചു വെക്കുക. എന്താണ് സ്വിച്ചിൻ്റെയും ഹബിൻ്റെയും കോമൺ ആയിട്ടുള്ള കാര്യം? ഒരു നെറ്റ്വർക്കിലുള്ള കമ്പ്യൂട്ടറിലേക്ക് ഡേറ്റാസ് എത്തിക്കുന്നത്, അത് നിയന്ത്രിക്കുന്ന ഉപകരണങ്ങളാണ് സ്വിച്ചും ഹബ്ബും. ഹബ്ബ് എന്ന് പറയുമ്പോൾ എന്താണ്? ലഭിക്കുന്ന വിവരങ്ങളുടെ കോപ്പികൾ അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള എല്ലാ കമ്പ്യൂട്ടറിലേക്കും സെൻഡ് ചെയ്യും. സ്വിച്ച് എന്ന് പറഞ്ഞാൽ ലഭിക്കുന്ന വിവരം ഏത് കമ്പ്യൂട്ടറിലേക്കാണോ എത്തിക്കേണ്ടത് അതിലേക്ക് മാത്രമാണ് സ്വിച്ച് എത്തിക്കുക. ഓക്കെ, അതുകൊണ്ട് തന്നെ സ്വിച്ചിനെ നമ്മൾ ഇൻ്റലിജൻറ്റ് ഹബ്ബ് എന്ന് പറയുന്നു. ഓക്കെ, ഇൻ്റലിജൻറ്റ് ഹബ്ബ് എന്ന് പറയുന്നത് സ്വിച്ചിനെയാണ്. കാരണം അത് സെലക്റ്റീവായിട്ട് ഏതിലേക്കാണോ എത്തിക്കേണ്ടത് അതിലേക്ക് മാത്രമാണ് എത്തിക്കുന്നത്. അപ്പോൾ ഡേറ്റ ട്രാഫിക് ഒക്കെ കുറയും. അതുകൊണ്ട് നമ്മൾ നെറ്റ്വർക്ക് ഡൗൺ ആവുന്ന പ്രോബ്ലം ഒക്കെ വളരെ ലിമിറ്റ് ആവും. അതുകൊണ്ടാണ് സ്വിച്ചിനെ എന്ത് ചെയ്യുന്നത്? ഇൻ്റലിജൻറ്റ് ഹബ്ബ് എന്ന് പറയുന്നത്. അടുത്തത് ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ ആണ്. എന്താണ് പ്രോട്ടോക്കോൾ? ഒരു നെറ്റ്വർക്കിൽ ഓരോ കമ്പ്യൂട്ടറും പാലിക്കേണ്ട നിയമത്തെയാണ് പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. നെറ്റ്വർക്കിൽ ഉൾപ്പെട്ടിട്ടുള്ള ഉപകരണങ്ങൾ അവയുടെ വിവരങ്ങൾ വിനിമയം ചെയ്യുന്നതിന് ചില പൊതുവായിട്ടുള്ള നിയമങ്ങൾ പാലിക്കണം. ഈ നിയമങ്ങളെയാണ് എന്ത് പറയുക? പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. പ്രോട്ടോക്കോളിന് എക്സാമ്പിളാണ് TCP/IP. എന്താണ് TCP/IP? ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോൾ ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ എന്നുള്ളതാണ് TCP/IP. അതുപോലെ FTP ഉണ്ട്, ഫയർ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. അതായത് ഒരു നെറ്റ്വർക്കിൽ ഫയൽസ് ഒക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രോട്ടോക്കോളാണ് FTP അല്ലെങ്കിൽ ഫയർ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. ഇനി മറ്റൊരെണ്ണമാണ് ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. അതെന്താണ്? ഇൻ്റർനെറ്റ് വഴിയുള്ള ആശയവിനിമയം സുരക്ഷിതമാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന പ്രോട്ടോക്കോളാണ്. ഇനി പോപ്പ് എന്ന് പറഞ്ഞ മറ്റൊരു പ്രോട്ടോക്കോൾ ഉണ്ട്. അതെന്താണ്? പോസ്റ്റ് ഓഫീസ് പ്രോട്ടോക്കോൾ, ഇമെയിലുകൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രോട്ടോക്കോൾ. അങ്ങനെ ഒരുപാട് പ്രോട്ടോക്കോൾ ഉണ്ട്. അപ്പോൾ ഒരു നെറ്റ്വർക്കിൽ ഉൾപ്പെട്ടിട്ടുള്ള ഉപകരണങ്ങൾ അവയുടെ വിവരങ്ങൾ വിനിമയം ചെയ്യുന്നതിന് വേണ്ടി പാലിക്കേണ്ട ചില പൊതുവായിട്ടുള്ള നിയമങ്ങളെയാണ് പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. ഇനി റൂട്ടർ എന്താണ്, ഗേറ്റ്വേ എന്താണെന്ന് നോക്കാം. സെയിം പ്രോട്ടോക്കോളുള്ള രണ്ട് വ്യത്യസ്ത കമ്പ്യൂട്ടർ ശൃംഖലകളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് റൂട്ടർ. എന്താണ്? സെയിം ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോളുള്ള രണ്ട് വ്യത്യസ്ത കമ്പ്യൂട്ടർ ശൃംഖലകളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്നതാണ് റൂട്ടർ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? IP അഡ്രസ്സ് അടിസ്ഥാനമാക്കിയിട്ട് ഒന്നിൽ കൂടുതൽ നെറ്റ്വർക്കുകൾ പരസ്പരം ബന്ധിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് റൂട്ടർ. അപ്പോൾ ഇവിടുത്തെ IP അഡ്രസ്സ് എങ്ങനെ ആയിരിക്കണം? സെയിം ആയിരിക്കണം, സെയിം പ്രോട്ടോക്കോൾ ആയിരിക്കണം കേട്ടോ. സെയിം പ്രോട്ടോക്കോൾ ആയിട്ടുള്ള രണ്ട് വ്യത്യസ്ത കമ്പ്യൂട്ടർ ശൃംഖലകളെ തമ്മിൽ ബന്ധിപ്പിക്കാനാണ് റൂട്ടർ ഉപയോഗിക്കുന്നത്. അങ്ങനെയാണ് ഗേറ്റ് വേ ഉപയോഗിക്കുന്നത്. എന്തിനാണ്? വ്യത്യസ്ത ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോളുള്ള രണ്ട് ശൃംഖലകളെ, കമ്പ്യൂട്ടർ ശൃംഖലകളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഗേറ്റ് വേ ഉപയോഗിക്കുന്നത്. വ്യത്യസ്ത പ്രോട്ടോക്കോളുള്ള രണ്ട് വ്യത്യസ്ത കമ്പ്യൂട്ടർ ശൃംഖലകളെ ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഗേറ്റ് വേ ഉപയോഗിക്കുന്നത്. ക്ലിയർ ആയല്ലോ? റൂട്ടറും ഗേറ്റ് വേയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായി. എന്തിനാണ്? IP അഡ്രസ്സിനെ ബേസ് ചെയ്തിട്ടാണ് ഇവ തമ്മിലുള്ള ഡിഫറൻസ്. ക്ലിയർ ആയല്ലോ? റൂട്ടറുമായി ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യം വന്നിട്ടുണ്ട്. ഇങ്ങനെ രണ്ട് നെറ്റ്വർക്കുകൾക്കിടയിലെ ഡേറ്റകൾക്ക് സഞ്ചരിക്കാനുള്ള പാതകളിൽ നിന്നും എളുപ്പത്തിലുള്ള പാത നിർണ്ണയിക്കുന്ന ഉപകരണമാണ് റൂട്ടർ. ഓക്കെ, അതായത് ഒരുപാട് റൂട്ടുകൾ ഉണ്ടായിരിക്കും. അതിൽ ഈ ഒരു ഡേറ്റയ്ക്ക് സഞ്ചരിക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള റൂട്ട് ഏതാണെന്ന് ഡിറ്റക്ട് ചെയ്യുന്ന ഉപകരണമാണ് റൂട്ടർ എന്ന് പറയുന്നത്. രണ്ട് നെറ്റ്വർക്കുകൾക്കിടയിലെ ഡേറ്റകൾക്ക് സഞ്ചരിക്കാനുള്ള പാതകളിൽ നിന്നും എളുപ്പത്തിലുള്ള പാത ഏതാണെന്ന് ഡിറ്റക്ട് ചെയ്യുന്നത് റൂട്ടറാണ്. ക്ലിയർ ആയല്ലോ? ഇനി അടുത്തത് മോഡം എന്താണെന്ന് നോക്കാം. മോഡം എന്താണ്? മോഡം മോഡുലേറ്റർ ആൻഡ് ഡീമോഡുലേറ്റർ എന്നാണ് മോഡത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള രൂപം. ഓക്കെ, അനലോഗ് സിഗ്നലുകളെ ഡിജിറ്റൽ സിഗ്നലുകളാക്കുകയും ഡിജിറ്റൽ സിഗ്നലുകളെ അനലോഗ് സിഗ്നലുകളാക്കുക എന്നുള്ളതാണ് മോഡത്തിൻ്റെ ഡ്യൂട്ടി. അപ്പോൾ എന്താണ് മോഡുലേഷൻ അല്ലെങ്കിൽ ഡീമോഡുലേഷൻ എന്നൊക്കെ പറഞ്ഞാൽ? ഡിജിറ്റൽ സിഗ്നലുകളെ അനലോഗ് സിഗ്നലുകളാക്കുന്നതാണ് മോഡുലേഷൻ. ഡിജിറ്റൽ സിഗ്നലുകളെ അനലോഗ് സിഗ്നലുകളാക്കുന്നതാണ് മോഡുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡാം എന്ന് പഠിക്കുക കേട്ടോ. ഡിജിറ്റൽ സിഗ്നലിനെ അനലോഗ് സിഗ്നലാക്കുന്നത് മോഡുലേഷൻ. ഇനി നേരെ തിരിച്ച് അനലോഗ് സിഗ്നലിനെ ഡിജിറ്റൽ സിഗ്നലാക്കുന്നത് ഡീമോഡുലേഷൻ. ക്ലിയർ ആയല്ലോ? ഇനി ഈ മോഡത്തിൻ്റെ സ്പീഡ് പറയുന്ന യൂണിറ്റാണ് ബിറ്റ്സ് പെർ സെക്കൻഡ്. ബിറ്റ്സ് പെർ സെക്കൻഡ് എന്നുള്ളതാണ് മോഡത്തിൻ്റെ സ്പീഡ് പറയുന്ന യൂണിറ്റ്.
അടുത്തത് റിപ്പീറ്റർ എന്താണെന്ന് നോക്കാം. റിപ്പീറ്റർ എന്നാൽ ഈ വിനിമയ മാധ്യമത്തിലൂടെ വരുന്ന ദീർഘദൂര സിഗ്നലുകൾ വീക്കാവാതെ അവയെ കുറച്ചുകൂടി ആംപ്ലിറ്റ്യൂഡ് ഉയർത്തിയിട്ട് സ്ട്രോങ് ആക്കി നിലനിർത്തുന്ന ഉപകരണമാണ് റിപ്പീറ്റർ എന്ന് പറയുന്നത്. ദുർബലമായിട്ടുള്ളതോ അല്ലെങ്കിൽ താഴ്ന്ന നിലവാരത്തിലുള്ളതോ ആയ സിഗ്നലുകളെ സ്വീകരിച്ച് അത് കുറച്ചുകൂടി തരം താഴ്ത്തപ്പെടാതെ കൂടുതൽ ദൂരത്തിൽ ഉയർന്ന ശേഷിയിൽ ഉയർന്ന തലത്തിലേക്ക് പുനഃസംപ്രേഷണം ചെയ്യുന്ന ഇലക്ട്രോണിക് ഉപകരണമാണ് റിപ്പീറ്റർ എന്നത്. ക്ലിയർ ആയല്ലോ? എന്താണ് ദീർഘദൂര സിഗ്നലുകൾക്ക് വീക്കാവാതെ അവയെ കുറച്ചുകൂടി ആംപ്ലിഫൈ ചെയ്ത് കുറച്ചുകൂടെ സ്ട്രോങ് ആക്കിയിട്ട് കൂടുതൽ ദൂരത്തിൽ ഉയർന്ന ശേഷിയിൽ ഉയർന്ന തലത്തിലേക്ക് പുനഃസംപ്രേഷണം ചെയ്യുന്ന ഇലക്ട്രോണിക് ഡിവൈസ് ആണ് റിപ്പീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കേബിളുകളിലൂടെ ദീർഘദൂരം ഈ സിഗ്നലുകൾ സഞ്ചരിക്കുമ്പോൾ അവ വീക്കാവും എന്ന് പറഞ്ഞു. അങ്ങനെ വീക്കാവുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? അറ്റിന്യൂയേഷൻ എന്ന് പറയുന്നത്. കേബിളുകളിലൂടെ ദീർഘദൂരത്തിൽ സഞ്ചരിക്കുമ്പോൾ സിഗ്നലുകൾ ദുർബലമാവുന്ന അവസ്ഥയെയാണ് അറ്റിന്യൂയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ അറ്റിന്യൂയേഷൻ സംഭവിക്കാതെ സിഗ്നലുകളെ കുറച്ചുകൂടി അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഉയർത്തി സ്ട്രോങ് ആക്കുന്ന ഡ്യൂട്ടിയാണ് ആർക്ക്? റിപ്പീറ്ററിന് ഉള്ളത്. അടുത്തത് ബ്രിഡ്ജ് എന്താണെന്ന് നോക്കാം. ബ്രിഡ്ജ് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ രണ്ട് ലാനുകളെ തമ്മിൽ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബ്രിഡ്ജ്. എന്താണ് ലാൻ? ലോക്കൽ ഏരിയ നെറ്റ്വർക്കാണ് അല്ലേ? ഒരു ചെറിയ മേഖലയിൽ മാത്രം വ്യാപിച്ചു കിടക്കുന്ന നെറ്റ്വർക്കാണ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. അപ്പോൾ രണ്ട് ലാനുകളെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ബ്രിഡ്ജ് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഒരു ലാനിൻ്റെ ഉള്ളിലുള്ള പല സെഗ്മെൻറ്റുകളെ തമ്മിൽ കണക്ട് ചെയ്യാനും എന്തുപയോഗിക്കാം? ബ്രിഡ്ജ് ഉപയോഗിക്കാം. ക്ലിയർ ആയല്ലോ? വൈഫൈ എന്താണെന്ന് നോക്കാം. വയർലെസ് ഫിഡിലിറ്റി. വയർലെസ് ഫിഡിലിറ്റി എന്നാണ് വൈഫൈയുടെ പൂർണ്ണ രൂപം. വൈഫൈയുടെ പിതാവ് ആരാണ്? വിക് ഹെയ്സ് ആണ്. വിക് ഹെയ്സ് ആണ് നമ്മുടെ വൈഫൈയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. എന്താണ് വൈഫൈ? നിശ്ചിത പരിധിയിലുള്ള ഒന്നിലധികം കമ്പ്യൂട്ടറുകൾക്കും അല്ലെങ്കിൽ സ്മാർട്ട് ഫോണുകൾക്കും ഒക്കെ വയർലെസ് ആയിട്ട് ഒരേ സമയം ഇൻ്റർനെറ്റ് ഉപയോഗിക്കാൻ കഴിയുന്ന സംവിധാനത്തിനെയാണ് വൈഫൈ എന്ന് പറയുന്നത്. നിശ്ചിത പരിധിയിലുള്ള ഒന്നിലധികം കമ്പ്യൂട്ടറുകൾക്കോ അല്ലെങ്കിൽ സ്മാർട്ട് ഫോണുകൾക്കോ ഒക്കെ വയർലെസ് ആയിട്ട് ഒരേ സമയം ഇൻ്റർനെറ്റ് യൂസ് ചെയ്യാൻ വേണ്ടി കഴിയുന്ന സംവിധാനമാണ് വൈഫൈ. അപ്പോൾ അങ്ങനെയാണ് ലൈഫൈ എന്താ? LIFI ലൈറ്റ് ഫിഡിലിറ്റി ആണ്. ലൈറ്റ് ഫിഡിലിറ്റി എന്ന് വെച്ചാൽ ദൃശ്യപ്രകാശം ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള വയർലെസ് സാങ്കേതിക വിദ്യയാണ് ലൈഫൈ എന്ന് പറയുന്നത്. ലൈറ്റ് ഫിഡിലിറ്റി, ദൃശ്യപ്രകാശം ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള വയർലെസ് സാങ്കേതിക വിദ്യയാണ് ലൈഫൈ എന്ന് പറയുന്നത്. ISDN എന്താണ്? ISDNൻ്റെ ഫുൾ ഫോം ഇൻ്റഗ്രേറ്റഡ് സർവീസസ് ഡിജിറ്റൽ നെറ്റ്വർക്ക് ആണ്. ഇൻ്റഗ്രേറ്റഡ് സർവീസസ് ഡിജിറ്റൽ നെറ്റ്വർക്ക്. ഇതൊരു PYQ ആണ്. എന്താ ഈ ISDN എന്ന് പറഞ്ഞാൽ? നമ്മൾ മോഡം എടുക്കില്ലേ? ഇപ്പോൾ ടെലിഫോൺ വഴി നെറ്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള മോഡമാണ് ഈ ISDN മോഡം എന്ന് പറയുന്നത്. ഓക്കെ, ഇൻ്റഗ്രേറ്റഡ് സർവീസസ് ഡിജിറ്റൽ നെറ്റ്വർക്ക് എന്നുള്ളതാണ്. നമുക്ക് ഈ ടെലികോം കമ്പനിക്കാരൊക്കെ തരുന്ന മോഡം ISDN മോഡമാണ്. ഇൻ്റഗ്രേറ്റഡ് സർവീസസ് ഡിജിറ്റൽ നെറ്റ്വർക്ക് എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം. ഇനി ഫയർവാൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫയർവാൾ അതായത് ഉടമസ്ഥൻ്റെ അനുമതിയില്ലാതെ ഇൻ്റർനെറ്റ് പോലെയുള്ള സ്വതന്ത്ര മാധ്യമങ്ങളിൽ നിന്നും ഒരു കമ്പ്യൂട്ടറിലേക്കോ അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്കിലേക്കോ പ്രവേശിക്കുന്നത് തടയാൻ സഹായിക്കുന്ന സംവിധാനത്തെയാണ് ഫയർവാൾ എന്ന് പറയുന്നത്. ഉടമസ്ഥൻ്റെ അനുമതിയില്ലാതെ ഇൻ്റർനെറ്റ് പോലുള്ള സ്വതന്ത്ര മാധ്യമങ്ങളിൽ നിന്നും നമുക്ക് ഒരു കമ്പ്യൂട്ടറിലേക്കോ അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്കിലേക്കോ പ്രവേശിക്കുന്നത് തടയാൻ വേണ്ടിയിട്ടുള്ള സംവിധാനത്തിനെയാണ് ഫയർവാൾ എന്ന് പറയുന്നത്. ഓർത്ത് വയ്ക്കുക കേട്ടോ. 10th മെയിൻസിന് വേണ്ടിയിട്ട് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് എന്ന് പറയുന്ന ഏരിയയിൽ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനായിട്ടുള്ളത്. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് തുടർന്നും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഷെയർ ചെയ്ത് ഫ്രണ്ട്സിലേക്ക് കൂടി എത്തിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൻ്റെ രൂപത്തിൽ രേഖപ്പെടുത്തുക. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.